നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോക സാഹിത്യത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമെന്ന് കരുതപ്പെടുന്ന ഒരു മാസ്റ്റർപീസിനെക്കുറിച്ചാണ്. അതെ, ജെയിംസ് ജോയ്സിന്റെ യുലിസസ്. കേൾക്കുമ്പോൾ തന്നെ ചിലർക്കെങ്കിലും ചെറിയൊരു ഭയം തോന്നിയേക്കാമല്ലേ? എന്നാൽ പേടിക്കേണ്ട, വളരെ മികച്ച ദൃശ്യമികവോടെ ഒരു സിനിമാറ്റിക് അനുഭവമായി തന്നെ ഈ കൃതിയുടെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. ഈ വിശദീകരണത്തിലൂടെ യുലിസസിന്റെ കാണാപ്പുറങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാം. 1922 പ്രസിദ്ധീകരിച്ച ഈ ബൃഹത്തായ പുസ്തകം ശരിക്കും ഒരു അത്ഭുതമാണ്. എന്തുകൊണ്ടാണെന്നോ, ഡബ്ലിൻ നഗരത്തിൽ നടക്കുന്ന ഒരൊറ്റ ദിവസത്തെ കഥയാണിത്. വെറുമൊരു ദിവസം. 1904 ജൂൺ 16 ആ ഒരൊറ്റ ദിവസം വിശ്വസാഹിത്യത്തിലെ ഏറ്റവും വലിയ ഇതിഹാസങ്ങളിലൊന്നായി മാറിയതെങ്ങനെയെന്നത് ശരിക്കും നമ്മെ വിസ്മയിപ്പിക്കും. സാഹിത്യലോകത്തെ ഏറ്റവും വലിയ വിപ്ലവങ്ങളിലൊന്നിനാണ് നമ്മളിന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അപ്പോൾ ശരി, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഈ സങ്കീർണമായ യാത്രയിൽ നമുക്കൊരു കൃത്യമായ മാപ്പ് ആവശ്യമാണ്. ആദ്യം ഈ ആധുനിക ഒഡീസി എങ്ങനെ ആരംഭിക്കുന്നു എന്ന് നോക്കാം. പിന്നെ സ്റ്റീഫൻ ഡെഡാലസും അവന്റെ സങ്കടങ്ങളും. തുടർന്ന് ലിയോപോൾഡ് ബ്ലൂമിന്റെ ഡബ്ലിൻ യാത്ര. അതുകഴിഞ്ഞ് നോവലിലെ മാറുന്ന ശൈലികളും ശബ്ദങ്ങളും നമ്മൾ പരിശോധിക്കും. ഒടുവിൽ ഈ രണ്ട് പാതകൾ എങ്ങനെ സംഗമിക്കുന്നുവെന്നും നമ്മൾ കാണും. ഒന്നാമത്തെ ഭാഗം, ആധുനിക ഒഡീസി ആരംഭിക്കുന്നു. ഈ വലിയ നോവലിനെ മുന്നോട്ട് നയിക്കുന്നത് തികച്ചും വ്യത്യസ്തരായ രണ്ട് പ്രധാന കഥാപാത്രങ്ങളാണ്. പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്ത ഇവരുടെ ജീവിതത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും പ്രഭാതങ്ങൾ എത്രമാത്രം വ്യത്യാസമാണെന്ന് നോക്കൂ. ഒരു വശത്ത് നമ്മുടെ യുവബുദ്ധിജീവിയായ സ്റ്റീഫൻ ഡെഡാലസ്, സുഹൃത്തായ ബക്ക് മുള്ളിഗന്റെ പരിഹാസം നിറഞ്ഞ മതാത്മകമായ ഒരു ഷേവിംഗ് ചടങ്ങോടെയാണ് അവന്റെ ദിവസം തുടങ്ങുന്നത്. എന്നാൽ മറുവശത്ത് ലിയോപോൾഡ് ബ്ലൂം എന്ന സാധാരണക്കാരന്റെ പ്രഭാതം വളരെ വ്യത്യസ്തമാണ്. അയാൾ വലിയ താൽപര്യത്തോടെ പന്നിയുടെ കിഡ്നി പാകം ചെയ്ത് കഴിക്കുന്നതിലാണ് ശ്രദ്ധിക്കുന്നത്. കണ്ടില്ലേ, ബുദ്ധിയും ആത്മീയതയും ഒരു ഭാഗത്ത്, ശാരീരികമായ ആവശ്യങ്ങളും ആസ്വാദനവും മറുഭാഗത്ത്. ഈ ഒരു വലിയ വൈരുദ്ധ്യം കഥയിലുടനീളം നമുക്ക് കാണാൻ കഴിയും. ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരാം, സ്റ്റീഫൻ ഡെഡാലസും അവന്റെ സങ്കടങ്ങളും. സത്യത്തിൽ വളരെ ഇരുണ്ടതും എപ്പോഴും ചിന്താമഗ്നവുമായ ഒരു ആന്തരിക ലോകമാണ് സ്റ്റീഫന്റേത്. ഈ വരികളൊന്ന് ശ്രദ്ധിച്ചേ. കടലിനെ അവരെങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കുക. മൂക്കൊലിപ്പ് പോലെയുള്ള പച്ചക്കടൽ. ജെയിംസ് ജോയ്സിന്റെ എഴുത്തുശൈലി എത്രമാത്രം പരുക്കനും സ്വാഭാവികവുമാണെന്ന് ഈ ഒറ്റ വരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. യാഥാർത്ഥ്യങ്ങളെ ഒട്ടും മൂടിവെക്കാതെയുള്ള ഒരുതരം സിനിമാറ്റിക് അവതരണം. ബക്ക് മുള്ളിഗന്റെ ഈ പരിഹാസവും കടലിനെക്കുറിച്ചുള്ള വർണ്ണനയും വായനക്കാരെ പെട്ടെന്ന് തന്നെ ആ അന്തരീക്ഷത്തിലേക്ക് വലിച്ചിടുന്നുണ്ട്. അതുപോലെ സ്റ്റീഫന്റെ ഉള്ളിലെ വലിയൊരു മുറിവിനെ ഈ വരികൾ വളരെ മനോഹരമായി വരച്ചു കാണിക്കുന്നുണ്ട്. സ്വന്തം അമ്മയുടെ മരണത്തിൽ അവൻ അനുഭവിക്കുന്ന കടുത്ത കുറ്റബോധവും സങ്കടവുമാണത്. മരണപ്പിടക്കിയിൽ അമ്മ ആവശ്യപ്പെട്ടിട്ട് പോലും അവൾക്കുവേണ്ടി ഒന്നും പ്രാർത്ഥിക്കാൻ ഈ യുവബുദ്ധിജീവി തയ്യാറായില്ല. ആ കുറ്റബോധം അവനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. പ്രാർത്ഥനയ്ക്കു പകരം നനഞ്ഞ ചാരത്തിന്റെ ഗന്ധമാണിപ്പോഴും അവന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. വല്ലാത്തൊരവസ്ഥയാണല്ലേ അത്. മൂന്നാമത്തെ ഭാഗം, ലിയോപോൾഡ് ബ്ലൂമിന്റെ ഡബ്ലിൻ യാത്ര. സങ്കീർണമായ ചിന്തകളിൽ നിന്നും കുറ്റബോധങ്ങളിൽ നിന്നും മാറി ബ്ലൂമിന്റെ വളരെ സിമ്പിളായ എന്നാൽ പഞ്ചേന്ദ്രിയ അനുഭവങ്ങൾ നിറഞ്ഞ ലോകത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതിലേറ്റവും കൗതുകകരമായ കാര്യമെന്താണെന്ന് വെച്ചാൽ ലിയോപോൾഡ് ബ്ലൂമിന്റെ തികച്ചും ലൗകികമായ താൽപ്പര്യങ്ങളാണ്. മൃഗങ്ങളുടെയും പക്ഷികളുടെയും ആന്തരിക അവയവങ്ങൾ അയാൾ വളരെ ആസ്വദിച്ചാണ് കഴിക്കുന്നത്. എന്തിന്? നേർത്ത മൂത്രഗന്ധമുള്ള കിഡ്നി പോലും അയാൾക്ക് വലിയ പ്രിയമാണ്. ഭൂമിയിലെ ഇത്തരം സാധാരണ കാര്യങ്ങളോടുള്ള അയാളുടെ ആസക്തിയും സൂക്ഷ്മമായ നിരീക്ഷണവും നോവലിന്റെ മറ്റൊരു മുഖമാണ് നമുക്ക് കാട്ടിത്തരുന്നത്. ബ്ലൂമിന്റെ ആ ദിവസത്തെ യാത്രയുടെ ഒരു ലഘുരൂപം നമുക്കിവിടെ കാണാം. രാവിലെ എക്ലെസ് സ്ട്രീറ്റിലെ അപ്രശസ്തമായ പ്രഭാതഭക്ഷണം, ഉച്ചയ്ക്ക് സെമിത്തേരിയിലെ ഒരു ശവസംസ്കാര ചടങ്ങ്, ഉച്ചതിരിഞ്ഞ് ന്യൂസ് പേപ്പർ ഓഫീസ്. ഡബ്ലിൻ നഗരത്തിലൂടെയുള്ള അയാളുടെ ഈ യാത്ര ഒരു സിനിമ കാണുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. ഈ ഓരോ സ്ഥലത്തും അയാളുടെ ചിന്തകളും അനുഭവങ്ങളും തികച്ചും വ്യത്യസ്തമാണ്. ഈ വരികൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വന്നേക്കാം. ഒരു ശവസംസ്കാര ചടങ്ങിലേക്ക് പോകുന്ന വഴിയിൽ വണ്ടിയിലിരിക്കുമ്പോൾ ബ്ലൂമിന്റെ മനസ്സിലൂടെ കടന്നുപോകുന്ന ചിന്തകളാണിത്. പോക്കറ്റിലിരിക്കുന്ന സോപ്പിനെക്കുറിച്ചുള്ള തീർത്തും സാധാരണമായ ഒരു ചിന്ത വളരെ ഗൗരവമേറിയൊരു യാത്രക്കിടയിൽ പെട്ടെന്ന് കടന്നുവരുന്നു. ഇതാണ് സാഹിത്യലോകത്തെ അമ്പരിപ്പിച്ച ആ പ്രശസ്തമായ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് അഥവാ ബോധധാരാ ശൈലി. നമ്മുടെയൊക്കെ ചിന്തകൾ ഒരു തടസ്സവുമില്ലാതെ ഒഴുകുന്ന ആ സ്വാഭാവിക രീതി ജോയ്സ് അതിമനോഹരമായി ഇവിടെ അവതരിപ്പിക്കുന്നു. ആ പോക്കറ്റിലെ സോപ്പിൽ നിന്നും അയാളുടെ ചിന്തകൾ പിന്നീടെങ്ങോട്ടാണ് പോകുന്നതെന്നോ,
നേരെ സ്വയം കുടുംബത്തിലേക്കും വർഷങ്ങൾക്കു മുൻപേ മരിച്ചുപോയ മകൻ റൂഡിയിലേക്കും. അടുക്കളയിലെ തീപ്പെട്ടിക്കൂട്ടിൽ ഒരു ചത്ത പക്ഷിയെ കുഴിച്ചിടുന്ന മകൾ മില്ലിയുടെ ഓർമ്മകൾ. ശരിക്കും ബ്ലൂമിന്റെ ഉള്ളിലെ ആഴത്തിലുള്ള വിഷാദത്തെയാണ് എടുത്തു കാണിക്കുന്നത്. മനുഷ്യന്റെ ചിന്തകൾ എങ്ങനെയൊക്കെയാണ്, എത്ര പെട്ടെന്നാണ് പരസ്പരം കണക്ട് ചെയ്യപ്പെടുന്നതെന്ന് ഇവിടെ നമുക്ക് കൃത്യമായി കാണാം. ഇനി നാലാമത്തെ ഭാഗം, മാറുന്ന ശൈലികളും ശബ്ദങ്ങളും. നോവലിന്റെ തുടക്കത്തിലുള്ള ശൈലിയിൽ നിന്ന് മാറി വളരെ വ്യത്യസ്തവും പരീക്ഷണാത്മകവുമായ ഘടനകളിലേക്കാണ് ജോയ്സ് പിന്നീട് നമ്മെ കൊണ്ടുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗം നമ്മെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തും. ഇതൊന്ന് നോക്കൂ. പെട്ടെന്ന് സാധാരണ ഗദ്യരൂപത്തിൽ നിന്നും മാറി ഒരു നാടകത്തിന്റെ തിരക്കഥ പോലെയാകുന്നു കാര്യങ്ങൾ. ബ്ലൂമും ബെല്ലോയും തമ്മിലുള്ള ഈ സംഭാഷണം വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് തികച്ചും സെറിയലായൊരു അനുഭവമാണ്. എഴുത്തുകാരൻ തന്റെ വായനക്കാരുമായി നടത്തുന്ന ഒരു ഗംഭീര മാന്ത്രിക പരീക്ഷണമാണിത്. അതുമാത്രമല്ല കേട്ടോ, കഥയുടെ ഇടയിൽ പെട്ടെന്ന് വലിയ അക്ഷരങ്ങളിൽ പത്രങ്ങളിലെ തലക്കെട്ടുകൾ പോലെ വാചകങ്ങൾ കടന്നുവരും. പത്രങ്ങളുടെ ശൈലിയെയും മറ്റ് ഘടനകളെയും അപ്പടി അനുകരിക്കുന്ന ജോയ്സിന്റെ ഒരു പ്രത്യേക ടെക്നിക്കാണിത്. വായനക്കാരന്റെ ശ്രദ്ധ മുഴുവനായി പിടിച്ചുപറ്റാൻ ഇത്തരം സർപ്രൈസ് മാറ്റങ്ങൾ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അഞ്ചാമത്തെയും അവസാനത്തെയും ഭാഗത്തെത്തി നിൽക്കുകയാണ്. രണ്ടു പാതകൾ സംഗമിക്കുന്നു. രാത്രിയുടെ അന്ത്യത്തിൽ തീർത്തും വ്യത്യസ്തരായ നമ്മുടെ സ്റ്റീഫനും ബ്ലൂമും ഒടുവിൽ കണ്ടുമുട്ടുന്നതാണ് നോവലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം. ഇതാണ് ഈ മഹാകാവ്യത്തിന്റെ യഥാർത്ഥ ക്ലൈമാക്സ്. നോവലിന്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്ന മറ്റൊരു വലിയ പരീക്ഷണമാണിത്. ചോദ്യോത്തര രൂപത്തിലുള്ള ഒരു ശൈലി, അഥവാ കാറ്റക്കിസം. ആ സമയത്ത് സ്റ്റീഫൻ കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു എന്നൊരു ചോദ്യം ഇവിടെ ഉയരുകയാണ്. ഒരു കഥ വായിക്കുന്നതിനു പകരം തികച്ചും ഔദ്യോഗികവും വികാരരഹിതവുമായ ഒരു പോലീസ് റിപ്പോർട്ട് കേൾക്കുന്ന ഫീലാണ് ഇത് തരുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ നോക്കാം. ഗ്യാസ് ഫ്ലെയിം ക്രമീകരിക്കുന്ന ഒരാൾ, മെഴുകുതിരി കത്തിക്കുന്ന ഒരാൾ, ബൂട്ടുകൾ അഴിക്കുന്ന ഒരാൾ, തൊപ്പിയില്ലാതെ വീണ്ടും വരുന്ന ഒരാൾ. യാതൊരുവിധ വികാരങ്ങളുമില്ലാതെ വളരെ യാന്ത്രികമായി നൽകിയിരിക്കുന്ന ഈ വിവരണം നമ്മെ ജോയ്സിന്റെ കണിശമായ പരീക്ഷണ ലോകത്ത് പൂർണ്ണമായും ലയിപ്പിക്കുന്നു. ഇത് ശരിക്കും ഒരു സിനിമാറ്റിക് സീക്വൻസ് പോലെ നമ്മുടെ മനസ്സിൽ തെളിയുന്നുണ്ട്. വീണ്ടും ആ ചോദ്യോത്തരശൈലി തുടരുകയാണ്. ബാഹ്യമായ കാര്യങ്ങളിൽ നിന്നും മാറി അവരുടെ ഉള്ളിലെ ചിന്തകളെക്കുറിച്ചാണ് അടുത്ത ചോദ്യം. തീർത്തും വ്യത്യസ്തരായ ഈ രണ്ടുപേർ രാത്രിയുടെ ആ നിശബ്ദതയിൽ പരസ്പരം എങ്ങനെയാണ് കാണുന്നത്? ഇതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഇവരുടെ അസാധാരണമായ ബന്ധം എത്ര മനോഹരമായാണ് ഇവിടെ വെളിപ്പെടുന്നതെന്നോ. സ്റ്റീഫൻ ബ്ലൂമിൽ നോക്കുമ്പോൾ കഴിഞ്ഞകാലത്തിന്റെ ഒരു വലിയ ശേഖരത്തെയാണ് കാണുന്നത്. എന്നാൽ ബ്ലൂമോ, അയാൾ സ്റ്റീഫനിൽ ഭാവിയുടെ ഒരു വലിയ വാഗ്ദാനത്തെയാണ് കാണുന്നത്. യുവബുദ്ധിജീവിയും പ്രായമായ പരസ്യവിൽപ്പനക്കാരനും തമ്മിലുള്ള വളരെ വൈകാരികവും മനോഹരമായ ഒരു സിനർജിയാണിത്. ജോയ്സിന്റെ തന്നെ മനോഹരമായ വാക്കുകളിൽ പറഞ്ഞാൽ, നിശബ്ദരായി ഓരോരുത്തരും പരസ്പരം കണ്ണാടികളായി മുഖാമുഖം നോക്കി നിൽക്കുന്നു. ഈ സങ്കീർണമായ വരികൾ അവരുടെ മാനസികമായ ഐക്യത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അവർ പരസ്പരം സംസാരിക്കുന്നില്ല, പകരം പരസ്പരം കണ്ണാടികളായി മാറുകയാണ്. രണ്ട് വ്യത്യസ്ത ലോകങ്ങൾ ഒന്നാകുന്ന ആ മനോഹര നിമിഷം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഈ പഠനയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഡബ്ലിൻ നഗരത്തിലെ തീർത്തും സാധാരണമായ ഒരൊറ്റ ദിവസത്തെ ഒരു ഗ്രീക്ക് ഇതിഹാസത്തിന്റെ തലത്തിലേക്ക്, അതും ഇത്രയും മികച്ച ദൃശ്യമികവാടെ ഉയർത്താൻ ജെയിംസ് ജോയ്സിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഇതിഹാസങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിൽക്കട്ടെ. യുലിസസ് എന്ന ഈ മഹാവിസ്മയം നേരിട്ട് വായിച്ചറിയാൻ ഇതൊരു പ്രചോദനമാകുമെന്ന് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു. ഒത്തിരി നന്ദി.